T20 ലോകകപ്പിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ട് ഇന്ത്യ കിരീടം നേടിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ ലോകകപ്പിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ മലയാളി താരം സഞ്ജു സാംസൺ. നമുക്ക് വലിയ ആവേശത്തിലാണ് ഉള്ളത്. ഇത് എന്തുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമായ ഘട്ടത്തിൽ സഞ്ജു ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് മാത്രമല്ല, ഏതൊരു ടൂർണമെന്റ് ആണെങ്കിലും നോക്കൗട്ടുകളിലെ പെർഫോമൻസ് ഒരു വലിയ രീതിയിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നോക്കൗട്ട് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിയായ സമ്മർദ്ദമുള്ള മത്സരങ്ങളാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആണ് സഞ്ജു കാഴ്ചവെച്ചത്. ഇപ്പം മറ്റുള്ള പല താരങ്ങളും ഈ ലോകകപ്പ് തുടങ്ങിയ ഗ്രൂപ്പ് ഘട്ടം മുതൽ പ്രകടനം നടത്തിയ താരങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും അവരെയൊക്കെ മറികടന്നിട്ട് സഞ്ജുവിനെ ഈ ലോകകപ്പിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടാൻ കാരണം അത് തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സഞ്ജു വന്നതോട് കൂടിയിട്ട് എന്ത് മാറ്റമാണ് ഇന്ത്യൻ ടീമിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും എങ്ങനെയാണ് സഞ്ജു വന്നപ്പോൾ ഇന്ത്യൻ ടോപ്പ് ഓർഡറിൽ മാറ്റങ്ങൾ വന്നത് എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. തീർച്ചയായും ഇപ്പം സഞ്ജുവിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. സഞ്ജു നമ്മൾ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ 1-ാം നമ്പർ ഓപ്ഷൻ സഞ്ജു ആയിരുന്നു. സഞ്ജുവും അഭിഷേകും ഓപ്പൺ ചെയ്യുന്നു, തിലക് വർമ്മ 3-ാം നമ്പറിൽ കളിക്കുന്നു, സൂര്യകുമാർ 4-ാം നമ്പറിൽ കളിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു ടീമിന്റെ രീതി. ഇഷാൻ കിഷൻ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ഓപ്പണറായിട്ട് അവിടെ നിൽക്കും എന്നായിരുന്നു കരുതിയത്. പക്ഷേ ന്യൂസിലാൻഡിന്റെ പരമ്പര മൊത്തം മാറ്റി ഇഷാൻ കിഷൻ തകർപ്പൻ ഫോമിലേക്ക് വന്നു, സഞ്ജു ഫോം ഔട്ടായി. അതിനിടയ്ക്ക് ഇഷാൻ കിഷൻ ഫോമിൽ വരാനുള്ള കാരണം നമുക്ക് വേണം. തിലക് വർമ്മയുടെ ഒരു പരിക്ക് പറ്റിയാണ് തിലക് പുറത്ത് പോകുമ്പോഴാണ് ഇഷാൻ അവസരം ലഭിക്കുന്നത്. അത് ഇഷാൻ അങ്ങ് മുതലാക്കി ആ അവസരം, വീണ് കിട്ടിയ അവസരം അർദ്ധാവസരം എങ്ങനെ മുതലാക്കാന്നുള്ളത് ഇഷാൻ കാണിച്ചു. പക്ഷേ ഈ നമുക്ക് കോമ്പിനേഷൻ 2 ലെഫ്റ്റ് എന്നുള്ള കോമ്പിനേഷൻ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും സംശയം പറഞ്ഞിരുന്നു. 2 ലെഫ്റ്റ് ടോപ്പ് ഓർഡറിൽ വരുമ്പോൾ 3 ലെഫ്റ്റുകൾ വരും തിലക് കൊണ്ട് ചേരുമ്പോഴേക്ക് എന്താവുന്നുള്ളത്. പക്ഷേ ടീം അതൊന്നും ശ്രദ്ധിച്ചില്ല, എല്ലാം ഫോമിലാണ്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു കരുതിയിരുന്നു. പക്ഷേ അത് നടന്നില്ല. ദക്ഷിണാഫ്രിക്കയുടെ മത്സരത്തിൽ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുന്നു. ഇനിയുള്ള 2 മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ, അതും നെറ്റ് റൺ റേറ്റ് ഒക്കെ നോക്കണമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. സിംബാബ്വേക്കെതിരെ മത്സരത്തിൽ സഞ്ജുവിനെ തിരിച്ചു വിളിക്കാൻ ഇന്ത്യ നിർബന്ധിതരാവുകയാണ്. അവിടേക്ക് അഭിഷേകും സഞ്ജുവും കൂടെ ഓപ്പണിംഗ് വരുന്നു. 8 ബോൾ 22 റണ്ണാണ് എനിക്ക് തോന്നുന്നത്. 8 ബോൾ 6 റണ്ണ് അത് ആദ്യം കളിച്ചപ്പോൾ അത് അഭിഷേകിനും സുഖിലാതൊന്നും കളിച്ചത്. സിംബാബ്വേക്കെതിരെ റൺ എടുക്കുന്നു, അത് ചെറിയൊരു റണ്ണാണ് നോക്കുമ്പോൾ നമുക്ക് അത്രയല്ല. പക്ഷേ സഞ്ജു ആ റൺസ് എടുത്ത് വിക്കറ്റ് പോയി ഡഗ്ഔട്ടിലേക്ക് പോകുമ്പോഴേക്കും ആ കോച്ചിങ് സ്റ്റാഫിൻ്റെയും സഹതാരങ്ങളൊക്കെ അഭിനന്ദനം നമ്മൾ കാണുന്നുണ്ട്. അത് സംസാരിക്കുന്ന പോസിറ്റീവാണെന്ന് കാണുന്നുണ്ട്. കാരണം ടീമിന് ഇതുവരെ ലഭിക്കാത്തൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ലഭിച്ചു. അല്ലെങ്കിൽ ബാക്കി എല്ലാ മത്സരത്തിലും ഓരോ ഓപ്പണർ ഡക്കായിട്ട് പുറത്താവുന്നു. ഓപ്പണിംഗ് 10 കടന്നിരുന്നില്ല, 2 കടന്നിരുന്നില്ല ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. പക്ഷെ ഇവിടെ ഒരു മാറ്റം വരുന്നു. അവിടെ നിന്ന് പിന്നീട് നമ്മളിങ്ങോട്ട് കണ്ടത് ടീമിൻ്റെ ഒരു മൊത്തത്തിലാണ്. വൺഡൗണെ ഇറങ്ങുന്ന ഇഷാൻ കിഷന് ഫോമിൽ എത്താൻ വേണ്ടി പറ്റുന്നു. 4-ാം നമ്പർ സൂര്യ വന്നാലും 5-ാം നമ്പറിലേക്ക് വരുന്ന തിലക് വർമ്മ, ശിവൻ ദുബെ, ഇവരൊക്കെ ഓർഡറിലെല്ലാം പൊസിഷൻ മാറി വരുന്നെങ്കിൽ എല്ലാവരും അങ്ങ് ഉണർന്ന് കളിക്കുന്ന സിംബാബ്വേക്കെതിരെ മത്സരത്തിൽ ഇന്ത്യയുടെ ഒരു പോസിറ്റിവിറ്റി, ഒരു ആദ്യമായിട്ട് ഇന്ത്യൻ ടീം ഒന്ന് ഉണർന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടു. ബാറ്റിങ്ങിൽ എല്ലാവരും ആത്മവിശ്വാസത്തോടെ വരുന്നു, കളിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇന്നലെ ആദ്യത്തെ ടോപ്പ് ഓർഡറിൽ 3 താരങ്ങളും അർദ്ധ സെഞ്ചുറി ഇടുകയാണ്. അത് അവർ കളിക്കുന്ന രീതി തന്നെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. പിന്നെ അഭിഷേക് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് പരമ്പരയിലൂടെ. പക്ഷേ സഞ്ജു എത്തിയതിനു ശേഷം അഭിഷേകിനെ തിരിച്ചു വരാൻ വേണ്ടി വരുന്നു. ഫൈനലല്ല, അതിന് മുന്നത്തെ ഒരു മത്സരത്തിലും അദ്ദേഹം തിളങ്ങുന്നുണ്ട്. ഇഷാൻ പക്ഷേ സ്വതന്ത്രമായ ശൈലിയിൽ ആദ്യം തൊട്ടേ അടിച്ച് കളിക്കുവാണ്. ആ രീതിയിൽ ഇഷാന് സ്കോർ പോകാൻ വേണ്ടി വരുന്നു. ശിവൻ ദുബേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വരുന്നു. 2 ബോളെങ്കിൽ 2 ബോൾ, 3 ബോളെങ്കിൽ 3 ബോൾ, അതിൽ വലിയ സ്കോർ നേടാൻ വേണ്ടി, അത് മാക്സിമം സ്കോർ നേടാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റുന്നു. തിലക് വർമ്മക്ക് തന്നെ ഒരു ഫിനിഷർ റോളിലേക്ക് നമുക്കറിയാം റിങ്കു സിംഗ് ആയിരുന്നു നമ്മളെ ഫിനിഷർ. പക്ഷേ അവിടെ എത്തുമ്പോഴേക്ക് തിലക് വർമ്മക്ക് അതിനേക്കാൾ നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ റൺ വരുത്താൻ വേണ്ടി വരുന്നു. മൊത്തത്തിൽ ടീമിനൊരു പോസിറ്റീവ് വൈബ് വന്നു സഞ്ജുവിൻ്റെ വരവോടെ. ആ വരവ് തന്നെയാണ് ലോകകപ്പ് സൂര്യകുമാർ യാദവിൻ്റെ കയ്യിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ സഞ്ജുവിന്റെ തിരിച്ചുവരവ് എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം. ഇന്ത്യ ഈ പറയുന്ന കൂടുതൽ ഇടംകയ്യൻ ബാറ്റർമാരുള്ളത് കൊണ്ട് തന്നെ ഓഫ് സ്പിന്നർമാർക്കെതിരെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്പിൻ ബൗളർമാർക്കെതിരെ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് സഞ്ജുവിന്റെ ഒരു റോള്, അല്ലെങ്കിൽ സഞ്ജുവിന് ഒരു റോൾ ഉണ്ട് എന്നത് വളരെ ഈ പറയുന്ന ഇന്ത്യൻ ടീം മാനേജ്മെന്റ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു ടാക്ടിക്കലായിട്ടുള്ള തീരുമാനമായിരുന്നു. ഈ എന്താ പറയുക, ഇടംകയ്യൻ വലംകയ്യൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വെറുതെ കൂട്ടുകെട്ടിന് വേണ്ടി വെറുതെ പറയുന്നതല്ല. അതിലെന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള ഓരോ മത്സരങ്ങളും. അത് എവിടെയാണ് അത് സക്സസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ഓവർ തുടർച്ചയായി 3 മത്സരങ്ങൾ ഇന്ത്യക്കെതിരെ ആദ്യ ഓവർ തന്നെ ഓഫ് സ്പിന്നർമാർ എറിയുന്ന ഒരു സാഹചര്യം മാറി വരുന്നത് നമ്മൾ പിന്നീട് കണ്ടു. പക്ഷെ അവിടെയും ഓഫ് സ്പിന്നർമാർക്കെതിരെ ഒരു അഭിഷേകിന്റെ ഒരു
വീക്ക്നെസ് എതിരാളികൾ മനസ്സിലാക്കുകയും ഓഫ് സ്പിന്നർമാരെ പരമാവധി ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ സഞ്ജു വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു കടന്നാക്രമണം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു റൺ റേറ്റ് 6 ആയിരുന്ന ഒരു റൺ റേറ്റ് സഞ്ജു വന്നതോടുകൂടിയിട്ട് ഇന്ത്യയുടെ സ്പിന്നിനെതിരെയുള്ള റൺ റേറ്റ് 8 കടന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുക, ഈ ലോകകപ്പിൽ ഉടനീളം ന്യൂസിലാൻഡ് തങ്ങളുടെ സ്പിന്നർമാരെ ഉപയോഗപ്പെടുത്തിയത് എതിരാളികളുടെ സ്കോറിംഗ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രധാനപ്പെട്ട 2 സ്പിന്നർമാരുടെ എക്കണോമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. രജിൻ രവീന്ദ്ര അതുപോലെ തന്നെ മിച്ചൽ സാന്ററും 6-ടുത്തുള്ള അല്ലെങ്കിൽ എന്തായാലും 7 താഴെയുള്ള 6 പോയിന്റ് വരുന്ന ഒരു എക്കണോമിയുള്ള താരങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ഈ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് രജിനെതിരെ 3 സിക്സുകളാണ് തുടർച്ചയായിട്ട് സഞ്ജു സാംസൺ അടിച്ചതെന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അങ്ങനെ അത് മാത്രമല്ല, ഇപ്പൊ 6 നോക്ക് 24 സിക്സുകൾ സഞ്ജു അടിച്ചു എന്നുള്ള ഒരു ഇത് കൂടിയുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഇവിടെ ഈ മറ്റുള്ള താരങ്ങളിൽ നിന്ന് സഞ്ജുവിന് ഉള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഭിഷേകും ഇഷാനും വെറുതെ അതായത് മാക്സിമം അഗ്രസീവായിട്ട് അടിക്കുക, ഷോട്ടുകൾ കളിക്കുക എന്നുള്ള ഒരു ഇതാക്കുന്ന ആളുകളാണ്. അത് ഏറ്റവും എന്തായാലും ഒരു ബ്രൂട്ട് ഹിറ്റ് ആ രീതിയിലുള്ള ഇതാണെങ്കിൽ സഞ്ജു വളരെ കാമായിരുന്നു. നമ്മൾ ആദ്യ മത്സരം കഴിഞ്ഞതിന് ശേഷം, അതായത് വിൻഡീസിനെതിരെയുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ ഈ ഗംഭീർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സഞ്ജു എന്താ പറയാ ആക്സിലറേറ്റ് ചെയ്യുന്നൊന്നും കണ്ടില്ല, പക്ഷെ റൺസ് വരുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു സാധനം. അത് മാത്രമല്ല, സഞ്ജു അടിക്കുന്ന ബൗണ്ടറികൾ പോലും അതിൽ വലിയ ആവേശകരമായിട്ടുള്ള ബൗണ്ടറികൾ, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഷോട്ടുകൾ. മാത്രമല്ല തനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരാണ് എന്ന് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ട് സാറ്റ്നറിനെ ചെറുതായിട്ടൊക്കെ റെസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ എപ്പോഴും റെസ്പെക്ട് ഹെൻറിക്കും അതിനു മുന്നേ ആർച്ചറിനും ലഭിച്ചില്ല. അല്ല, അതെ, അത് വേറെ വിഷയമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഇത് തന്നെയാണ്. കാരണം ഒരു കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സഞ്ജുവിന്റെ അടുത്തേക്കാണ് ശരിക്കും ഇവർ വന്നത്. അതെ അതെ, അത് ഇവര് കോൺഫിഡൻസ് ഉള്ള സമയത്ത് ഇപ്പൊ നോക്ക്, എനിക്ക് തോന്നുന്നത് സഞ്ജുവിന്റെ തിരുവനന്തപുരത്ത് സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്ത ലോക്കി ഫെർഗൂസനാണ് ഏറ്റവും കൂടുതൽ സഞ്ജുവിന്റെ അടുത്ത് അടി വാങ്ങിയത് എന്നുള്ളതാണ്. 7 പന്ത് എറിഞ്ഞിട്ട് 30 റണ്ണോളം വഴങ്ങിയിട്ടുണ്ട്, 3 സിക്സ് വഴങ്ങിയിട്ടുണ്ട്, 2 4 വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ന്യൂസിലാൻഡിന്റെ മറുവശത്ത് രജിൻ രവീന്ദ്ര എന്ന് പറയുന്ന ന്യൂസിലാൻഡിന്റെ എതിരാളികളുടെ റൺസ് പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച രജിൻ രവീന്ദ്രനെ എടുത്ത് 3 സിക്സ് തുടർച്ചയായി അടിച്ചു. ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതാണ് ഒരു ഡിഫറൻസ് വന്നത്. ഇപ്പോ ഈ ലോകകപ്പിൽ സഞ്ജു ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഉള്ള ഈ മത്സരം മുതൽ നമുക്ക് നോക്കൌട്ട് മത്സരങ്ങളായിരുന്നു. അതായത് തോറ്റ പുറത്തുകാവുന്ന. അതെ അതെ അതെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ജു 275 റണ്ണാണ് അടിച്ചിട്ടുള്ളത്. സഞ്ജു എടുത്ത 321 റണ്ണിലെ 275 റണ്ണും വന്നിട്ടുള്ളത് ഈ 3 മത്സരങ്ങളിൽ നിന്നാണ്. അതെടുത്ത് പറയണം. അത് മാത്രമല്ല, അവിടെ നിന്ന് ഇപ്പോ ഈ 2ാം സ്ഥാനത്ത് ഈ റൺസിന്റെ കാര്യത്തിൽ, ഈ നോക്കൌട്ടുകളുടെ റൺസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്തുള്ള ഇഷാൻ കിഷനുമായിട്ട് വലിയ വ്യത്യാസം സഞ്ജുവിനുണ്ട് എന്നുള്ളതാണ്. ഇഷാൻ കിഷൻ ഒരു 100+ ആ ഒരു റേഞ്ചിൽ റണ്ണാണ് അടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു ഉണ്ടാക്കിയ ഇമ്പാക്ട് അത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇപ്പോ അതും വ്യത്യസ്ത ഘട്ടങ്ങളിൽ. ഇപ്പൊ ആദ്യ മത്സരത്തിൽ ചേസിംഗ് ആയിരുന്നെങ്കിൽ 2ാമത്തെ മത്സരത്തിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ഒരു സഞ്ജുവിനെ നമ്മൾ കണ്ട. അപ്പൊ ഈ നമുക്ക് മൊത്തത്തിൽ ഇന്ത്യൻ ടീമിന് ഈ ലോകകപ്പ് നേടുന്നതിൽ സഞ്ജു എന്താണ് പങ്ക് വഹിച്ചത് എന്നുള്ളത് അവിടെ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യക്കാരൻ ഒരു ലോകകപ്പ് എഡിഷനിൽ നേടുന്ന ഏറ്റവും കൂടുതൽ റൺസ് സഞ്ജു നേടിക്കഴിഞ്ഞു. അതും 5 മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടാണ് സഞ്ജു അത് നേടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആവറേജിന്റെ കാര്യത്തിൽ, സ്ട്രൈക്ക് റേറ്റ് നോക്കുക. നമ്മൾ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫിന്നലന്റെ തൊട്ട് താഴെ 2ാം സ്ഥാനത്ത്. അതെ, അത്ര മികച്ച സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമുക്കറിയാം, റീസെന്റ് ആയിട്ട് സഞ്ജു ഫോമിലല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സഞ്ജു ഔട്ടായ പന്തുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ എന്താ പറയാ, ഒരു സോഫ്റ്റ് ഡിസ്മിസൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള തരത്തിലാണ് സഞ്ജു വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ, നിർണായകമായ ഈ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ സഞ്ജുവിന് നമുക്ക് സഞ്ജു അടിക്കാൻ നോക്കിയിട്ടാണ് ഔട്ടാവുന്നത്. ടീമിന് എന്താണോ വേണ്ടത് അത് അവിടെ ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോണെ ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോൺ സഞ്ജുവിനെ ഇനി ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി സഞ്ജുവിന്റെ കരിയറിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വളരെ ഇതായിട്ടുള്ള ഒരു ഷിഫ്റ്റ്. ഇപ്പൊ നമുക്കറിയാം, സഞ്ജുവിനെ നമ്മൾ കേൾക്കുന്നത് എന്തിന്റെ പേരിലാണ്? 2024 3 സെഞ്ചുറികൾ അടിച്ചതിന്റെ പേരിൽ നമ്മൾ
സഞ്ജുവിനെ ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ സെഞ്ചുറികൾ അടിക്കുന്ന ഒരു സെഞ്ചുറികൾ അടിക്കാൻ സഞ്ജുവിനുള്ള മികവ് നമ്മളിപ്പോ നോക്കുക. ഈ 3 ഇന്നിങ്സുകൾ 97, 89 3 സെഞ്ചുറികൾ ലോകകപ്പിൽ അടിക്കായിരുന്നു. പക്ഷെ ആ 3 സെഞ്ചുറികൾ ലോകകപ്പിൽ അടിച്ചു എന്നതിന്റെ പേരിലല്ലാതെ ഇന്ത്യക്ക് വേണ്ടി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന പേരിൽ സഞ്ജു അറിയപ്പെടുമ്പോ അതിന് വല്ലാത്തൊരു എന്താ പറയാ ഒരു സന്തോഷവും അതിന് വല്ലാത്തൊരു ഭംഗി ആ ഒരു ഇതിന്. 2 മത്സരങ്ങളിലേക്ക് ഈ സെഞ്ചുറി അടിക്കാൻ ശ്രമിച്ചത് ചിലപ്പോൾ ടീം പരാജയപ്പെട്ടനെ. വ്യക്തിഗത നമ്പറിന് വേണ്ടി സഞ്ജു ശ്രമിച്ചേ ഇല്ല എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഈ പറഞ്ഞ അതിൽ തന്നെയാണ് സെമി ഫൈനലും ഫൈനലുമായിട്ട് 178 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് 2 മത്സരങ്ങളിൽ. വല്ലാത്തൊരു റെക്കോർഡാണ്. ഈ സൈഫ് നേരത്തെ പറഞ്ഞു 5 മത്സരങ്ങളിലാണ് 321 റൺസ്. ഒരു T20 ലോകകപ്പിൽ ഇന്ത്യക്കാരന് ഏറ്റവും ഉയർന്ന സ്കോറാണ് 321 റൺസ് സഞ്ജു എടുത്തത്. ഒരു 5 ഇന്നിങ്സിലാണ്. അത് 9 മത്സരമാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് ഇഷാൻ ഇന്നിങ്സാണ് കളിച്ചത് തോന്നുന്നു. ഇഷാൻ എടുത്തത് 317 റൺസാണ്. വിരാട് കോഹ്ലി കഴിഞ്ഞ 2024 ലോകകപ്പിന് വേണ്ടി 319 റൺസാണ് സഞ്ജു മറികടന്നത്. ഈ ചെറിയ 5 മത്സരങ്ങൾ കൊണ്ട് 321 റൺസ് പറയുമ്പോൾ തന്നെ സഞ്ജുവിന് ഇനി ഒന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ സെഞ്ചുറിയുടെ റെക്കോർഡിൽ സെഞ്ചുറി അടിച്ചതിന് പേരിൽ ടീമിൽ സ്ഥാനം നിലത്താൻ പറ്റുന്ന താരമല്ല സഞ്ജു അറിയാം. നമുക്കറിയാം ഏത് ലോക ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച ശേഷം എത്ര ആളായി കളിക്കാൻ പറ്റാത്ത സാറെന്ന് അറിയാം. ഈ 3 സെഞ്ചുറിയുടെ പേരിൽ പിന്നെ കടിച്ചു തൂങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പം അതല്ല നിൽക്കുന്നത്. മാച്ച് വിന്നിങ് ഇന്നിങ്സ് ആണ് നമ്മളീ പറയുന്നത്. ഈ സെഞ്ചുറിയുടെ പറയുമ്പോൾ ഇനി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും 2026 T20 ലോകകപ്പ് നേടുമ്പോൾ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല നമ്മൾ ലോകകപ്പിന്റെ T20 ലോകകപ്പിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വിരാട് കോഹ്ലിയും ബുംറയും മാത്രം സ്വന്തമാക്കിയ ഒരു നേട്ടമാണ് ഒരു ലോകകപ്പിലെ താരമായി മാറുക എന്നുള്ളത്. വിരാട് കോഹ്ലി 2 തവണ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. 2014, 2016 ആണെന്നാണ് ഓർമ്മ. അപ്പൊ കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടുമ്പോൾ ബുംറയായിരുന്നു താരമായി മാറിയത്. ഇപ്പൊ ഇവിടെ നോക്ക് എവിടെ എത്തി സഞ്ജു എന്നുള്ളതാണ് നമ്മൾ അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം. ബുംറനെ വിരാട് കോഹ്ലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ അവര് സ്വന്തമാക്കിയ ഒരു നേട്ടം ആ ഒരു പട്ടിക എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2007 ലോകകപ്പിൽ ആദ്യത്തെ ലോകകപ്പിൽ ഷാഹിദ് അഫ്രീദി ആയിരുന്നു തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പല അതെ അങ്ങനെ ഇതിഹാസ താരങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു റെക്കോർഡ് അത് എന്നും സഞ്ജുവിന്റെ പേരിലുണ്ടാവും. ഇനി ഇപ്പൊ നമ്മൾ അടുത്തൊരു T20 ലോകകപ്പ് അടുത്തൊരു T20 ലോകകപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഒരു ഇന്ത്യയുടെ ഒരു താരം ലോകകപ്പിലെ താരമായി മാറാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ പറയും വിരാട് കോഹ്ലിയും ബുംറയും സഞ്ജുവും സ്വന്തമാക്കിയിട്ടുള്ള നേട്ടമാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു ഈ ലോകകപ്പിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മളൊരു ഘട്ടത്തിൽ സൂപ്പർ 8 ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള തോൽവിക്ക് ശേഷം മുന്നോട്ട് വല്ലാതൊന്നും പോകാൻ കഴിയില്ല, വെസ്റ്റ് ഇൻഡീസിനെ പോലൊരു ടീമിനെതിരെ വിജയിക്കാൻ എളുപ്പമല്ല എന്ന രീതിയിലൊക്കെ പലരും വിലയിരുത്തിയിരുന്നു. അപ്പൊ ആ ഒരു വിലയിരുത്തലുകളെ എല്ലാം ഇതാക്കിയിട്ട് ഏറ്റവും എനിക്ക് തോന്നുന്നു ഫൈനലിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 2 ഓവർ കഴിഞ്ഞ് ഇന്ത്യയുടെ ഇത് ബാറ്റിംഗ് തുടങ്ങി ആദ്യത്തെ 2 ഓവറിൽ നമ്മൾ ഒരു വളരെ കാമായിട്ടാണ് സഞ്ജു തുടങ്ങിയത്. ശ്രദ്ധിച്ചിട്ടാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും സഞ്ജു ടീമിലുള്ളതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഒരു മലയാളി വെറുതെ ടീമിൽ ഇരിക്കുക എന്നുള്ളതല്ല, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏറ്റവും മികച്ച റിസൾട്ട്, ഏറ്റവും മികച്ച കോൺട്രിബ്യൂഷൻ. നമ്മള് ലോകകപ്പിന്റെ കണക്ക് പറയുമ്പോൾ പറയാനുണ്ട്. ഇപ്പൊ 83 തൊട്ട് ഇന്ത്യ ലോകകപ്പ് പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോഴെല്ലാം ഒരു മലയാളി തന്നെ ടീമിലുണ്ടെന്ന്. അതിൽ 2014 ശ്രീശാന്ത് ഒരു റോൾ ഉണ്ടായിരുന്നു. പക്ഷേ 2026 ലോകകപ്പ് ആകുമ്പോഴേക്ക് 2024 സഞ്ജു ടീമിലുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. 2026 ലോകകപ്പ് ആകുമ്പോഴേക്ക് മലയാളി താരം എടുത്തു കൊടുത്ത ലോകകപ്പാണത്. ടീമിലുണ്ടെന്നല്ല, മലയാളി താരമാണ് ആ ലോകകപ്പ് നേടിയത്. എനിക്ക് തോന്നുന്നു പണ്ട് മുമ്പ് സ്പോർട്സ് മാസികയിൽ ഇതുപോലെ ഒരു നോവല് വന്നത് ഇത് പലരും വായിച്ച അനുഭവം പറയുന്നുണ്ട്. അതായത് അന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കപ്പടിച്ചു കൊടുക്കുന്ന ഒരു മലയാളിയുടെ കഥയായിരുന്നു ആ ഒരു നോവലിൽ ഉണ്ടായിരുന്നത്. അത് ഇപ്പോ നമുക്ക് എന്താ പറയാ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എല്ലാ മലയാളികളുടെ ഉള്ളിലും കിടക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകരായിട്ടുള്ള എല്ലാ മലയാളികളുടെ ഉള്ളിൽ ഉള്ള ഒരു ആ ഒരു സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സഞ്ജു ഇനി T20 ലോകകപ്പ് കഴിഞ്ഞാൽ സഞ്ജു അവസാനിക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ അവസാനിച്ചിരിക്കുന്നത്. സഞ്ജു തുടങ്ങിയിട്ടേ ഉള്ളൂ. സഞ്ജു 2.0 അതായത് 0 സഞ്ജുവിന്റെ 2ാം ഒരു തിരിച്ചുവരവ് അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് വളരെ കാമായിട്ടുള്ള എന്നാൽ ടീമിന് ഏറ്റവും മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിട്ട് അല്ല ഇപ്പൊ നോക്കുന്നത്. എനിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ 2 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫൈനലൊക്കെ എത്തുമ്പോഴത്തേനും സഞ്ജുവിന്റെ ഇത് കാണുമ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സഞ്ജു ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് റണ്ണ് കണ്ടെത്തുന്നത്. മറുവശത്ത് അഭിഷേകും ഇഷാനോ തകർത്തടിക്കുമ്പോഴും സഞ്ജുവിന്റെ ആ ഒരു തന്റെ സ്ട്രൈക്ക് റേറ്റിൽ വലിയ കുറവോ ഇതൊന്നും വരുത്താതെ വളരെ കാമായിട്ട് ഇവർക്ക് സിംഗിളുകൾ കൈമാറിയിട്ടും ഒക്കെ ആ ഒരു ടീമിന്റെ
ഒരു കപ്പലിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സഞ്ജുവിനെ അങ്ങനെ മാറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇനിയും സഞ്ജുവിന്റെ കിടിലൻ പെർഫോമൻസ് കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നും ഇല്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.